ഹലോ, വെൽക്കം ടു ഷെനായി. ഞങ്ങളിവിടെ ജസ്റ്റ് ഒരു ഈവനിങ് വാക്കിന് ഇറങ്ങിയത്. ഈവനിങ് അല്ല, ഇവിടെ നൈറ്റ് ആയിട്ടോ. ഇപ്പോൾ സമയം 9 മണിയായി, 9 മണി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഇരുടൊക്കെ ആണെങ്കിൽ ഒരു 10:30 കഴിയും. നമ്മളിപ്പോൾ ഈവനിങ് പോലെ ഇല്ലേ അല്ലേ, നമ്മുടെ നാട്ടിലെ വൈകുന്നേരം പോലെ. ഇവിടെ എല്ലാവരും ഉറങ്ങി കാണും ചിലപ്പോൾ. ആ ആട്ടൂല. കൂടെ തൂങ്ങി പിടിച്ചാൻ പോകും. എന്നിട്ട് ഒറ്റ ഫ്ലോയിൽ താഴെ അതിന്റെ കൂടെ വരും, വെയിറ്റോടെ, അവന്റെ വെയിറ്റോടെ ആടി. അവര് ഭയങ്കര ജലസൈമിന് ഇങ്ങനെ ആടുന്നത്. അവരെന്താ ഉദ്ദേശിച്ചറിയോ? അവരെ പോലെ വയസ്സായ ആളാ നീ ആടുന്ന കണ്ടപ്പോ അവർക്കും തോന്നി ആടാൻ. അതാണ് അതല്ല, ഇതിന് ഇനിയാണ് ഇവരുണ്ടല്ലോ, ഇവര് മാർക്കറ്റ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്നറിയോ? നിങ്ങൾ പോയില്ലേ, അത് വെച്ച് മാർക്കറ്റ് ചെയ്ത് ചങ്ങലകളുടെ ബലം. നീ എന്നെ മാത്രം ഉദ്ദേശിച്ചായിരുന്നു. പക്ഷെ അരുൺ അങ്ങനെ പറയുന്ന ചിനി ചേച്ചി വിചാരിച്ചില്ല. പേടിയാ അരുൺ പറയുന്നത് ഞാൻ കേറി നിന്നിട്ടാണ്. പക്ഷെ സത്യമായിട്ട് ഞാൻ നിന്നിട്ടല്ല. ചിന്നൊരു ചാലഞ്ച് കൊടുത്തിരിക്കുന്നുണ്ട്. അരുൺ അതൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുമ്പോ ആ എന്താ ചെയ്യുന്ന അരുൺ ഇപ്പൊ കാണിച്ചു തരൂ. ആദ്യമേ നമ്മുടെ ബംസ് ഇവിടെ മുട്ടിക്കുക. 2 സ്റ്റെപ്സ് ബാക്ക്. ഓക്കേ, ലീവ്. 1 2 3. ചിന്നുവിന്റെ കിട്ടിയില്ല, ചിന്നുവിന്റെ കിട്ടിയില്ല. എനിക്ക് ചിന്നുവിന്റെ കിട്ടിയില്ല, ചിന്നുവിന്റെ കിട്ടിയില്ല. സുനി ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് പോയിട്ട്. പുതിയ ചാലഞ്ച് അപ്ഗ്രേഡ് ആയിരിക്കും. ഇനി സൂരജാണ് ചിന്നുവിന് ചാലഞ്ച് ചെയ്തത്. ലെവൽ 1 ക്ലിയർ ചെയ്തു, യു ലെവൽ 2. ചാടാൻ പറ്റിയാൽ വീണെങ്കിൽ കറക്റ്റ് എടുക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്ത് എനിക്ക് നല്ല ഉറപ്പാണ്. അതെനിക്ക് മനസ്സിലായില്ല, ചാലഞ്ച് എനിക്ക് മനസ്സിലായില്ല. ഈ ചാലഞ്ച് ചിന്നു എങ്ങനെ ചെയ്യുന്നു എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതിനകത്ത് അവിടെ വരെ ഞാൻ ചെയ്തോളാം. കൈയോടെ കൊടുക്കും. അയ്യേ, ഈ ചാലഞ്ചിൽ അരുൺ പൊട്ടിയിരിക്കുന്നു ഗൈസ്. ചിന്നു ഏറ്റെടുത്ത്. മൂന്നാമത്തെ ചലഞ്ച് ഞങ്ങൾ ഇതോടെ നിർത്തിയിരിക്കുന്നു. ഇത് കഴിഞ്ഞൊരു അതല്ല അത്, അതല്ല അത്. ഞാൻ ആട്ടണ ചാടി തരാം, നിങ്ങൾ ചാടിയാ മതി. വേണ്ട വേണ്ട, ആട്ടണ്ട ആട്ടണ്ട, വീഴും വീഴും. ഞാൻ ലൂസായി പോകുന്നു ഇതിനകത്ത്. അല്ല, സ്പീഡ് വേണം, എന്നിട്ട് ചാടണല്ലോ, അല്ലാതെ ചാടാൻ എല്ലാവർക്കും ഇവിടെ എത്തുമ്പോ ചാടണം. ആ അതാ വേണ്ടേ. കൂടും, ആദ്യം ഇവിടെ ചാടുന്നാലും പിന്നെ ഇവിടെ ചാടാൻ. ലെവൽ കൂടുന്ന അങ്ങനല്ല, ഇവിടുന്ന് ചാടി നേരെ അപ്പുറത്തോട്ട് ചാടണം. ഈ ലൈനിന്റെ അപ്പുറത്തോട്ട് ചാടണം. അതൊരിക്കലും അത് നിങ്ങൾ വിചാരിക്കും നമ്മുടെ സ്റ്റാർട്ടം കൊണ്ടുള്ളതാണ്. ചെയിൻ ലൂസായി വരുന്നത്. ഇവിടെ എത്ര ചാടണം? ചാടിക്കോ. ഇങ്ങനെയാണോ ചാടണ്ടേ? അല്ല, സ്പീഡ് വേണം. ആടുന്ന പോലും ഞാൻ സ്പീഡാക്കി തരാം. കൈ മുന്നിൽ പിടിച്ചോ ചാടാൻ. അതുണ്ട്, അതോ ശരിക്കും പറ, വിന്നർ ആരാ? ചിന്നു, മിസ് ചിന്നു. മിസ് യൂണിവേഴ്സിനും ചർമ്മം കണ്ട പ്രായം തോന്നിയില്ല. ഇപ്പൊ മിസ് യൂണിവേഴ്സിന് കല്യാണം കഴിച്ചവർക്ക് പോകാൻ പറ്റത്തില്ല. അങ്ങനെ മിസ്സസ് എന്ന് പറഞ്ഞ ഷോ ഉണ്ടോ? അങ്ങനെ ഈവനിങ് വർക്ക് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു മലമുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഹായ് എവ്രി വൺ. ഇപ്പം ഞങ്ങൾ ഇവിടെ സമയത്രേടാ 10:30 അല്ലേ? 10:30 ആയി. പക്ഷെ ഇരുടായി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞങ്ങളിവിടെ
ഒരു കുന്നിൻ്റെ പുറത്ത് ഒരു മാതാവിനെ കാണാൻ വന്നിരിക്കുക കേട്ടോ. ആൻഡ് ദിസ് ഇസ് ഇറ്റ്. ഓ ഇതാട്ടോ. അയ്യോടാ, ഷേട്ട് മറിയും ഇവിടെ വന്നിട്ട് ഈ മാതാവിനെ കെട്ടിപ്പിടിച്ച അമ്മേനെ കെട്ടിപ്പിടിക്കുന്ന പോലെയാണ്. അമ്മേടെ ശരീരം കല്ല് പോലെ പോടാ. ആൻഡ് ഇറ്റ്സ് സോ നൈസ്. അപ്പോൾ ഇതാണ് വ്യൂ ഇവിടത്തെ. ഓ ഗോഡ്, ഇറ്റ്സ് സോ നൈസ്. ഒരു കോമൺ പ്ലാറ്റ്ഫോം പോലെ ദിലു വിട്ടോ, മാധവന് മുറുകുന്നുണ്ടാവും. അയ്യോ അയ്യോ, കുറച്ചുകൂടെ നേരത്തെ വരായിരുന്നു, നമുക്ക് ഫേസ് ശരിക്കും ക്ലിയർ ആവുമായിരുന്നു. ഓ ഓക്കേടാ. നമ്മള് താഴെ നിന്ന് മാതാവിനെ നോക്കുമ്പോ ശരിക്കും മാതാവ് നമ്മളെ നോക്കുന്ന പോലെ ഫീൽ ചെയ്യും ഇവിടെ. ഇതാണ് വ്യൂ. ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ ആണിത്. ഓ ബ്യൂട്ടിഫുൾ ആണ്, അടിപൊളി അടിപൊളി. അങ്ങനെ ഒരു ഈവനിങ് വാക്കും പിന്നെ ഈ മാതാവിനെയും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ ദിവസം കംപ്ലീറ്റ് ആയി. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.